നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2018 മാർച്ച് 22 കാണാതായ കാഞ്ഞിരപ്പള്ളി SD കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന മറിയ ജെയിംസിന്റെ അച്ഛന് നോട്ടീസ് അയച്ച് കോടതി. കേസ് അന്വേഷണം അവസാനിപ്പിച്ച് CBI സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാനാണ് തിരുവനന്തപുരം CJM കോടതിയുടെ നോട്ടീസ്. പരാതിയുണ്ടെങ്കിൽ ഈ മാസം 9-നുള്ളിൽ അറിയിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ നിന്നും കാണാതായ ഡിഗ്രി വിദ്യാർത്ഥിനി ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താനായില്ലെന്നാണ് CBI കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചത്. ഭാവിയിൽ പുതിയ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തുടരന്വേഷണം നടത്തുമെന്നും തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ CBI പറയുന്നു. ബന്ധുവീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയ ജസ്നയെ പിന്നീട് കാണാതാകുകയായിരുന്നു. ലോക്കൽ പോലീസും പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷമാണ് ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രകാരം CBI കേസ് ഏറ്റെടുത്തത്. 2021 ഫെബ്രുവരിയിൽ കേസ് ഏറ്റെടുത്ത CBIക്കും ജസ്ന എവിടെയെന്ന് കണ്ടെത്താനായിരുന്നില്ല. മതപരിവർത്തന കേന്ദ്രത്തിലടക്കം സംസ്ഥാനത്തകത്തും പുറത്തും അന്വേഷണം നടത്തിയിരുന്നു. അച്ഛനും സുഹൃത്തിനുമെതിരെയായിരുന്നു ചിലർ സംശയം ഉന്നയിച്ചത്. രണ്ടുപേരെയും രാജ്യത്തെ മികച്ച ലാബുകളിൽ കൊണ്ടുപോയി ശാസ്ത്രീയ പരിശോധനയും നടത്തിയിരുന്നു. തിരോധാനത്തിൽ രണ്ടുപേർക്കും പങ്കില്ലെന്ന് തെളിയുകയും ചെയ്തു. കാണാതാകുന്നതിന് തലേദിവസം മരിക്കാൻ പോകുന്നുവെന്ന ഒരു സന്ദേശമാണ് ജസ്ന സുഹൃത്തിന് അയച്ചത്. പക്ഷേ ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ജസ്നയെ കാണാനില്ലെന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യ 48 മണിക്കൂറിൽ ലോക്കൽ പോലീസിന് വലിയ അലംഭാവമുണ്ടായി എന്ന് റിപ്പോർട്ടിൽ CBI പറയുന്നു. ഗോൾഡൻ അവറിൽ ശേഖരിക്കേണ്ടിയിരുന്ന തെളിവുകൾ ശേഖരിച്ചില്ല. കേസന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ച് ജസ്ന ജീവിച്ചിരിക്കുന്നതിന് തെളിവുണ്ടെന്ന് പ്രചരിപ്പിച്ചു. തീർത്തും അടിസ്ഥാനരഹിതമായിരുന്നു ഇതെന്നും CBI പറയുന്നു. ലുക്കൌട്ട് നോട്ടീസും ഇന്റർപോൾ നോട്ടീസും സജീവമാണ്. ഭാവിയിൽ സൂചന ലഭിച്ചാൽ തുടരന്വേഷണം നടത്തുമെന്ന് CBI പറയുന്നു. അതേസമയം ജസ്ന തിരോധാന കേസിൽ CBI ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിച്ചത് സാങ്കേതിക നടപടി മാത്രമാണെന്ന് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. കേസിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ CBIക്ക് തുടർന്നും അന്വേഷിക്കാൻ പറ്റുമെന്ന് തച്ചങ്കരി പറഞ്ഞു. ക്ലോഷർ റിപ്പോർട്ട് ഒരു സാങ്കേതിക നടപടിയാണെന്നും ജസ്ന ഒരു മരീചികയൊന്നുമല്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ജസ്നയെ CBI കണ്ടെത്തുമെന്ന ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പങ്കുവച്ചു. കയ്യെത്തും ദൂരത്ത് ജസ്ന എത്തിയെന്ന് കരുതുന്ന സമയത്താണ് കോവിഡ് വന്നതെന്നും തമിഴ്നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന ആ സമയത്ത് 1.5 വർഷക്കാലത്തോളം കേരളം അടഞ്ഞു കിടന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെയാണ് കുടുംബം കോടതിയിൽ പോയി കേസ് CBIക്ക് കൈമാറിയത്. ജസ്ന പ്രപഞ്ചത്തിൽ എവിടെ ജീവിച്ചാലും മരിച്ചാലും അവരെ CBI കണ്ടെത്തുമെന്ന് തച്ചങ്കരി ആവർത്തിച്ചു. ഈ രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് CBI എന്നും ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തത് ഒരു സാങ്കേതിക നടപടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CBIയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതെങ്കിലും കേസ് തെളിയാതെ വരുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ വരാറുണ്ട്. എന്നാൽ ആരും മനഃപൂർവ്വം കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്നും 100 കണക്കിന് കേസുകൾ ലോക്കൽ പോലീസിന് അന്വേഷിക്കാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.